വിശ്വസിക്കുന്നു. ഗുരു നിത്യചൈതന്യയതിയാൽ വിരചിതമായ ശ്രീചക്രം ദേവീസങ്കല്പത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഇത് തുണിയിൽ നെയ്തെടുത്താണ് സംരക്ഷിച്ചിരിക്കുന്നത്. ശൈവസങ്കല്പവും ഗുരുസമാധിയും ഇവിടെ ഒത്തുചേരുന്നു. നടരാജഗുരുവിന് ശേഷം പ്രിയ ശിഷ്യനായിരുന്ന ഗുരു നിത്യചൈതന്യയതി നാരായണ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായി മാറി. ഗുരുവിൻ്റെ കർമ്മമണ്ഡലം ഊട്ടി ഫേൺഹില്ലിലെ നാരായണ ഗുരുകുലമായിരുന്നു. ജീവനെയും മനസ്സിനെയും ജീവസത്തയെയും കുറിച്ച് എന്നും ആശ്ചര്യവും ഉത്കണ്ഠയും പുലർത്തി ഉപദേശിച്ചു പോന്ന ഗുരു നിത്യചൈതന്യയതി ഉപയോഗിച്ചിരുന്നതാണ് ഈ മുറി. നവംബർ 2 പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകൽ ഗ്രാമത്തിലാണ് ഗുരു ജനിച്ചത്. ഗുരുകുലത്തിൻ്റെ പ്രാർത്ഥനകൾ ലോകസമാധാനത്തിൽ അധിഷ്ഠിതമാണ്. गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ओम सहना सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ജീവിതത്തെയും പ്രപഞ്ചത്തെയും ഭരിക്കുന്നതും അതിനെല്ലാം ആധാരമായിരിക്കുന്നതുമായ ഏക സത്യം ഏതെന്ന് കണ്ടെത്താനാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത്. ഫേൺഹില്ലിലെ ആശ്രമത്തോടനുബന്ധിച്ചുള്ള ധ്യാനമുറിയാണിത്. ശ്രീനാരായണ ഗുരു തുടങ്ങിവെച്ച നവോത്ഥാനത്തിൻ്റെ പ്രവാചകനായിരുന്ന ഗുരു നിത്യചൈതന്യയതി 1999 മെയ് 14 സമാധിസ്ഥനായി. എൻ്റെ ആയുസ്സിൻ്റെ അതിർത്തിയായിരിക്കുന്നതിനാൽ പുതിയ കർമ്മങ്ങളിൽ പ്രവേശിക്കാതെ ഞാൻ വിട പറയട്ടെ. ഗുരു നിത്യചൈതന്യയതിക്ക് ശേഷം മഹാഗുരുക്കന്മാരുടെ പരമ്പരയിലെ അനന്തരഗാമിയായി ഗുരു മുനിനാരായണ പ്രസാദ് അവരോധിതനായി. ഞാനൊരു തികഞ്ഞ മുനിയാണെന്ന്
ഒരിക്കലും കരുതിയിട്ടില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നടരാജഗുരു തന്നിരുന്നു. എങ്കിലും ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെയുള്ള ഒരു മുനിയായി തീരുന്നത് നല്ലതാണെന്നും കരുതിയിരുന്നു. വിശേഷിച്ചും ദുഃഖങ്ങളിൽ വ്യാകുലപ്പെടാതിരിക്കുകയും സുഖത്തോടാഗ്രഹം വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ. തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ ഗ്രാമത്തിൽ 1938 ഡിസംബർ 8-നാണ് ഗുരു ജനിച്ചത്. രാജാ രവിവർമ്മ സ്കൂളിലും ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗുരു വക്കത്തെ MVT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എഞ്ചിനീയറിംഗ് പരിശീലനം നേടി ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിച്ചു. യതിയുമായുള്ള ദൃഢമായ വ്യക്തിബന്ധം അദ്ദേഹത്തെ ഗുരുകുലത്തിലെത്തിച്ചു. തുടർന്ന് അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ഗുരുകുലത്തിലെ സ്ഥിരം അന്തേവാസിയായി. സർക്കാർ ജോലി വലിച്ചെറിഞ്ഞു ചെന്നപ്പോൾ ഗൂഢസ്മിതത്തോടെ നടരാജഗുരു പറഞ്ഞു, ഉചിതമായ തീരുമാനം. യഥാർത്ഥത്തിൽ നടരാജഗുരു അദ്ദേഹത്തെ ഒരു സന്യാസിയാവാൻ പാകപ്പെടുത്തുകയായിരുന്നു. ശീഘ്ര കർത്തവ്യകൃത്ത് എന്നാണ് പിന്നീട് നടരാജഗുരു മുനി നാരായണ പ്രസാദിനെ വിശേഷിപ്പിച്ചത്. ഗുരുകുലത്തിലേക്ക് മുനി നാരായണ പ്രസാദ് എത്തപ്പെട്ടത് ബ്രഹ്മവിദ്യാമന്ദിരത്തിൻ്റെ കോണ്ടൂർ മാപ്പ് തയ്യാറാക്കുന്നതിനായിരുന്നു. നടരാജഗുരുവുമായുള്ള ഗുരുശിഷ്യബന്ധം എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് മുനി നാരായണ പ്രസാദിന് നൽകി. ആരോഗ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അർബുദത്തെ അതിജീവിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് അതായിരിക്കണം. നാരായണ ഗുരുകുലത്തിലും ബ്രഹ്മവിദ്യാമന്ദിരത്തിലും വ്യാപകമായ പഠന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഗുരുകുല കൺവെൻഷനുകൾ എല്ലാ വർഷവും ഡിസംബർ 23 മുതൽ 29 വരെ നീണ്ടു നിൽക്കുന്നു. ഗുരു പകർന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ശിഷ്യപരമ്പരകളുടെ ജ്ഞാനസംഗമമാണിത്. ഗുരുകുല ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ യെല്ലോ ഫെലോഷിപ്പ് അംഗങ്ങളുടെ ഒത്തുചേരൽ കൂടിയാവുകയാണ് ഇത്തരം കൺവെൻഷനുകൾ. ഇവിടെ ഗുരുകുലം വിഭാവനം ചെയ്യപ്പെടുന്ന ലോകക്രമത്തിൻ്റെ കൂട്ടായ്മകളും അവരുടെ സംവദിക്കലുകളും സ്വയം പര്യാപ്തതയിലേക്കുള്ള പാത കണ്ടെത്തലും പൊയ്മുഖം അഴിച്ചുവെക്കലും സർവകലാശാലാ വിദ്യാഭ്യാസത്തിൻ്റെ അഹന്തകളെ മാറ്റിവെക്കലുമൊക്കെയായി ഒരു ലോകമനുഷ്യനായി മാറാനുള്ള അനന്തമായ സാധ്യത ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ ചിന്താശൈലി പുരോഗമിക്കുന്നതിനനുസരിച്ച് ഋഷിമാർ കണ്ടെത്തിയ കാലാതീതമായ സത്യത്തെ ആ പുതിയ കാഴ്ചപ്പാടുകൾക്കനുസൃതമായി പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് ഗുരുകുലത്തിൻ്റെ നിലപാട്. നിരന്തരമായ അന്വേഷണത്തിലൂടെ തനിക്ക് ലഭിച്ച അഥവാ അറിഞ്ഞ ആത്മരഹസ്യത്തെ, സ്വന്തം ആത്മസത്തയെ, പരമാത്മസത്യത്തെ അന്വേഷിക്കുന്നവന് തുറന്നു കാണിക്കുന്നു. ജ്ഞാനം പ്രകാശിതമാകുന്നു.